അത്യാവശ്യം നടന്നു കയറി വന്നോട്ടോ. ഒരു ഏകദേശം ഒരു 1/4 കിലോമീറ്റർ അടുത്ത് നടന്നിട്ടുണ്ട് ഞങ്ങൾ. ഏകദേശം 1.5 കൊണ്ട് 2-3 പ്രാവശ്യം ഇതിനകത്ത് എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ടയറിൻ്റെ പ്രശ്നമാണോ പഞ്ചറാണോ എന്താണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. സോ ആ ഒരു കാര്യം നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ അപ്പവും ബീഫൊക്കെയാണ് മേടിച്ചത്. പക്ഷേ ബീഫിന് വരെ എന്താണ് തന്നേന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയത് എന്തായാലും ബീഫല്ല. ഹലോ മച്ചമ്പീസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മൾ കുറേ നാളുകളായി ഒരു വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്. സോ അതുകൊണ്ട് ഇന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഹിഡൻ വാട്ടർഫാൾസിലോട്ട് പോവുകയാണ്. അപ്പോൾ കൂടുതൽ സമയം കളയാനില്ല, നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വാ, ലെറ്റ്സ് ഗോ മോനെ. ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ നിർത്തി കേട്ടോ. സമയം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി ആയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അപ്പുറമായിട്ട് ഒരു ചെറിയൊരു വാട്ടർഫാൾസും കൂടി ഉണ്ട്. സോ ആ ഒരു വാട്ടർഫാൾസും കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിനു മുമ്പ് ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്. ആ സെയിം വാട്ടർഫാൾസിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അന്ന് അതിനെപ്പറ്റി അത്ര ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും സെറ്റായിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. 500 എയർ ഒന്ന് ഫില്ല് ചെയ്യട്ടെ കേട്ടോ. എന്താണ് ഞാനിപ്പോൾ എയർ ഫില്ല് ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയിൽ ഞാനിപ്പോൾ എന്താണ് എയർ ഫില്ല് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ടയർ മാറിയിട്ട് ഏകദേശം ഒരു ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം 1.5 ആഴ്ച. പക്ഷേ ഇതിൻ്റെ എയർ നന്നായിട്ട് കുറഞ്ഞു പോകട്ടോ. എന്താണെന്ന് അറിയാമെന്നുള്ള കണ്ടോ, 22-ലാണ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. അതായത് ഏകദേശം 1.5 ആഴ്ച കൊണ്ട് 2-3 പ്രാവശ്യം ഇതിനകത്ത് എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ടയറിൻ്റെ പ്രശ്നമാണോ പഞ്ചറാണോ എന്താണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. സോ ആ ഒരു കാര്യം നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം. ഇനിയിപ്പോൾ ടയറിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിന് റീപ്ലേസ് ചെയ്ത് തരുമോ, അതോ ഇനി പഞ്ചറാണോ ഒട്ടിച്ച് തരത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ആർക്കെങ്കിലൊക്കെ അറിയാമെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാനിപ്പോൾ എന്തായാലും ഒരു പുതിയ ടയർ മേടിച്ചിട്ടാണ്. അപ്പോളോയുടെ ടയറാണ്. പക്ഷേ ആ ടയറിന് എന്തൊക്കെയോ കംപ്ലയിൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, നേരെ അങ്ങോട്ട് പോകാം. ഓൺ ദ വേയിൽ നമുക്ക് ചായ കുടിക്കണം. നമ്മളൊന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ചായ കുടിക്കണം. ആ ഒരു വാട്ടർഫാൾസിന്റെ ഏരിയയിലോട്ട് കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്, നമുക്ക് നടന്ന് കയറി പോകാനൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുപ്പി വെള്ളം എവിടെന്നെങ്കിലും മേടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുത്തില്ലെങ്കിലും പ്രശ്നമാവും. അവിടെ അങ്ങനെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നമ്മളിതെല്ലാം ഓൺ ദ വേയിൽ തന്നെ മേടിച്ചിട്ട് പോവുകയും ചെയ്യണം. ആ ഒരു വാട്ടർഫാൾസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുന്നയാർ വാട്ടർഫാൾസ് ആണ്. ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 30 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൈങ്ങോട്ടൂർ വണ്ണപ്പുറ റൂട്ടിലാണ്. റോഡൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ്. സോ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റവും നല്ല രീതിയിലുള്ള വളവുകളും കാര്യങ്ങളെല്ലാം ഉള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല. അത്യാവശ്യം കുത്തനെയുള്ള കയറ്റം തന്നെയാണ്. അപ്പോൾ ഈ സോണിൻ്റെ വേല അത്യാവശ്യം ചെറുതായിട്ടൊക്കെ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ എവിടെ കലാപരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ഓൺ ദ വേയിൽ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ചെറിയൊരു തട്ടുകട പോലെ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഹോട്ടൽ പാത്തൂസ്. നല്ല മഴയും നല്ല വെയിലും. കുറുക്കൻ്റെ കല്യാണമാണ്. വാ, അപ്പോൾ ഗൈസ് ഫുഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു ചെറിയൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട് പോണ വഴിക്ക്. സോ അവിടെ പോയി കുറച്ച് നേരം നിന്ന് അവിടെ വല്ല ചായക്ക് കടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പാഴ്സൽ എടുത്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ അപ്പവും ബീഫൊക്കെയാണ് മേടിച്ചത്. പക്ഷേ ബീഫിന് വരെ എന്താണ് തന്നേന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയത് എന്തായാലും ബീഫല്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. നെഗറ്റീവായിട്ട് പറഞ്ഞല്ല കേട്ടോ, പക്ഷേ ഞങ്ങൾക്ക് ഇത്തിരി നെഗറ്റീവായിട്ട് തോന്നി. എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നതാണ്, പക്ഷേ ഭയങ്കര ഷോക്കായിപ്പോയി. മഴയും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. വന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ മഴയും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്, വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വണ്ണപ്പുറത്താണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ വെൺമണി കൂടിയിട്ടാണ്. ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, നേരെ പുന്നയാർ വാട്ടർഫാൾസ് ആണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ കുറേ വ്യൂ പോയിന്റുകളും അതെല്ലാം നമ്മൾ കയറാൻ പറ്റുവാണെങ്കിൽ കയറിയിട്ടാണ് പോരത്തുള്ളൂ. മഴയൊക്കെ പെയ്തിട്ട് റോഡൊക്കെ അത്യാവശ്യം സ്ലിപ്പി ആയിട്ടാണ് കിടക്കുന്നത്. ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ കാണുന്ന മലനിരകളിലൊക്കെ കോട കയറി മൂടി കിടക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് നേരെ കോട്ടപ്പാറ പോകുന്ന റൂട്ട്.
അതായത് ദേ ഒരു മലയുടെ മണ്ടയിലുള്ള വ്യൂവും കാര്യങ്ങളെല്ലാം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടപ്പാറ വ്യൂ പോയിന്റ് ആണ്. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനുണ്ടാവില്ല, കാരണം ഈയിടെയായിട്ട് കോട്ടപ്പാറയിൽ അത്ര വലിയ കോടയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി കയറ്റവും അതുപോലെ തന്നെ നല്ല മുടിഞ്ഞ വളവും കേട്ടോ. സൂക്ഷിച്ചും കണ്ടൊക്കെ പോയില്ല എന്നാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന വണ്ടികൾക്ക് യാതൊരു വിധ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഇല്ല. കുത്തനെയുള്ള ഇറക്കവും അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റമാണ്. സോ വളവുകളിലൊക്കെ നമ്മുടെ സൈഡ് മാത്രം കീപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. റോങ് സൈഡ് കയറി ചെന്നാൽ ഉറപ്പായിട്ടും ഒരു ഇടി പ്രതീക്ഷിക്കാവുന്നതാണ്. രാവിലെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പെയ്ത ആ ഒരു മഴ ഇങ്ങോട്ടൊന്നും വലിയ ശക്തമായിട്ട് പെയ്തില്ലാന്ന് തോന്നുന്നു കേട്ടോ. ചിലപ്പോൾ ആ ഒരു ഏരിയയിലോട്ടൊന്നും മഴ പെയ്തിട്ടുണ്ടാവില്ല, നമ്മളെ നനയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് പെയ്തൊരു മഴയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങോട്ടൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും പെയ്തിട്ടില്ല കേട്ടോ. റോഡ് അത്ര കാര്യമായിട്ടൊന്നും നനഞ്ഞിട്ടില്ല. ഈ ഓൺ ദ വേ തന്നെയാണ് നമുക്ക് കാറ്റാടിക്കടവൊക്കെ പോകാനായിട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ കാറ്റാടിക്കടവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നടന്ന് കയറി പോകേണ്ടതായിട്ട് വരും. കുന്നുകളുടെയും വളവുകളുടെയും അതിപ്രസരം കാരണം നമ്മുടെ വണ്ടി ഏങ്ങി വലിച്ചായിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അമ്മാതിരി കൊടും വളവും അമ്മാതിരി കൊടും കയറ്റവും കേട്ടോ. ഇവിടെ ഒന്നും തളരില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മലയുടെ മണ്ടയിലായിട്ട് ഞാൻ പറയാറുള്ള ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ചെന്നിട്ട് എന്തായാലും വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം വേണം പോകാനായിട്ട്. ഒരു ചെറിയൊരു കട്ടനും കൂടി അടിക്കണം. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഒരു സ്പോട്ട്, ഒരു രക്ഷയില്ലാത്ത നല്ല കിടിലോസ്കി സ്ഥലമാണ്. എങ്ങനെയുണ്ട് പറയാൻ സ്ഥലം? അപ്പോൾ കേസ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല. നമ്മൾ വന്നുകൊണ്ടാന്ന് തോന്നുന്നു അവിടെ താഴെ കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഓൺ ദ വേയിൽ അല്ലെങ്കിൽ ഇടുക്കി റൂട്ടിലോട്ട് പോകുന്ന വഴിക്ക് വണ്ണപ്പുറത്ത് കയറി വരുന്ന ഈ ഒരു റൂട്ടിൽ നൈസായിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സ്നാക്സും ചായയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുമാത്രമല്ല നമുക്ക് വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു വലിയ പാർക്കിംഗ് സ്പേസും ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്തുള്ളൊരു നെഗറ്റീവ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കയറ്റം കയറി വരുന്ന സമയത്ത് ഇങ്ങനൊരു കട ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പെട്ടെന്നൊക്കെ മനസ്സിലാവില്ല. ഈ റോഡിൽ അത്യാവശ്യം ട്രാവൽ ചെയ്ത് വന്നവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു കട ഇവിടെ ഉണ്ടെന്നുള്ളവരെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ കടയിൽ നിന്ന് 2 കട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ കട്ടൻ മാത്രം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദ വേയിൽ ചെറിയൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. ഓക്കെ ഓക്കെ. ഇവിടെ കട്ടനല്ലാണ്ട് തന്നെ വെച്ച് കഴിക്കാനായിട്ടൊക്കെ ഉള്ളത്. അതായത് വൈകുന്നേരം തട്ടുകട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 8 മണി വരെ കട്ടൻ. വൈകുന്നേരം തന്നെ ആണോ? കഴിക്കാനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ? അപ്പോൾ ദോശ അങ്ങനെ എന്തെങ്കിലും ഇല്ല അല്ലേ? നാളെ കട്ടൻ കുടി. അതെ അല്ലേ? ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ വൈകുന്നേരം. ആ അപ്പോൾ ഗൈസ് നമ്മളിവിടുന്ന് ചായയും കാര്യങ്ങളെല്ലാം കുടിച്ചിട്ടുണ്ട്. കുറച്ച് സ്നാക്സും കാര്യങ്ങളും കൂടി പാഴ്സലും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ കൂടെ കേട്ടോ നമ്മൾ പറഞ്ഞ ഒരു വാട്ടർഫാൾസിലായിട്ട്. നമ്മളങ്ങനെ വെൺമണി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൺ ദ വേ തന്നെയാണ്. കാലാവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മഴയൊന്നുമില്ല, എന്നാൽ വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ. ഇവിടെ നിർത്തി കയറിയിട്ട് പോകണോ അതോ തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറണോ? കയറിയിട്ട് പോയാലോ? മോനെ ഇവിടെ നിർത്തിയിട്ട് പോവല്ലേ? എൻ്റെ മോനെ ഒരു നെക്സ്റ്റ് കിടിലൻ വ്യൂ പോയിന്റ് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടുക്കി വെൺമണിയാണ് സ്ഥലം. വെൺമണിയിലുള്ളൊരു ചെറിയൊരു കിടിലോസ്കി വ്യൂ പോയിന്റാണ്. അത്യാവശ്യം ഫാമിലീസൊക്കെ കൊണ്ടുപോയി ചവിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ചായക്കടയും കൂടി ഉണ്ട്. ഇന്ന് എന്താ നീ ബാഗൊന്നും ചോദിച്ചോണ്ട് വന്നിട്ടില്ലേ? നിൻ്റെ ബാക്കിൽ ഒരു ലഗേജും ഇല്ല, ഫ്രീ ആയിട്ടാണല്ലോ വന്നേക്കണേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ലഗേജ് ഞാൻ എൻ്റെ കയ്യിൽ ചോദിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ വണ്ടിയിലായിട്ട് അറ്റാച്ച് ചെയ്ത് കെട്ടിയൊന്നും വെച്ചിട്ടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ട്രക്ക് ചെയ്തിട്ട് നടന്ന് കയറി പോകാനൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് ബാക്കിൽ വെച്ച് കെട്ടിയിട്ട് പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ അതെല്ലാം എടുത്തിട്ട് വീണ്ടും പോകേണ്ടി വരും. എന്താണ് മോനെ ഇവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ടല്ലേ പോകണുള്ളൂ? വെള്ളയ്ക്കോ വാ, ഹെൽമെറ്റ് വേണമെങ്കിൽ വണ്ടിയിൽ നിന്ന് എടുത്തോട്ടോ. ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ട് വരെ. ഞാനിത് ഹെൽമെറ്റ് എടുക്കാനായിട്ട് അവനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാണ് എൻ്റെ അടുത്ത് അന്ന് കൊടൈക്കനാൽ പോകുന്നത് വേണമെങ്കിൽ വണ്ടിയിൽ നിന്ന് ഹെൽമെറ്റ് എടുത്തോളാന്ന് പറഞ്ഞ് ഉപദേശിച്ചു. ഞാൻ ഇപ്പം പറഞ്ഞ ഡയലോഗ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷോയൊക്കെ കാണിച്ച് കയറി പോയതാ. അതുകൊണ്ടാണ് എൻ്റെ ഹെൽമെറ്റ് എനിക്ക് മിസ്സായി പോയത്. സോ ഞാനിപ്പോൾ ഹെൽമെറ്റ് എവിടെ വെക്കാറില്ല. എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ലോക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഹെൽമെറ്റ് വണ്ടിയിൽ വെച്ചിട്ട് പോകണ പരിപാടിയില്ല ഇപ്പോൾ. എന്തായാലും മഴയും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നില്ല. ചെറുതായിട്ട് ചാറ്റൽ മഴ വന്നു, അതിൻ്റെ അപ്പം തന്നെ പോയി, വീണ്ടും മഴ വന്നു, വീണ്ടും പോയി, അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ക്ലൈമറ്റ് ഇപ്പോൾ ആ ഒരു രീതിയിലാണ്. 2-4 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇന്ന് ഞങ്ങൾ ബൈക്ക് എടുത്ത് ഇറങ്ങിയോണ്ടായിരിക്കും ഈ ഒരു മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നത്.
മേ ബി അതാവാനും ചാൻസ് ഉണ്ട്. അങ്ങോട്ടുള്ള പാറയും കാര്യങ്ങളൊക്കെ തെന്നി കിടക്കുകയാണ്, പക്ഷേ അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കയറി പോകാനായിട്ടൊക്കെ പറ്റൂട്ടോ. ആളുകളൊക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ഒരു മലയുടെ മണ്ടയിലൊക്കെ കയറി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നവരൊക്കെ മഴ പെയ്ത സമയത്ത് കാറിൽ കയറിയിട്ട് വിട്ടടിച്ച് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാട്ടോ, നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ. വണ്ടി കയറി വന്നെയൊക്കെ വീഡിയോ എടുത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വലിയ മലയും അതുപോലെ തന്നെ ആ മലയിലൂടെ ഒഴുകി നടക്കുന്ന ആ ഒരു കോടമഞ്ഞൊക്കെ കാണാനായിട്ട് വേറൊരു ഫീലാട്ടോ. മൊത്തം പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ് ഒരു രക്ഷയില്ലാതെ നിൽക്കുന്ന ഒരു സ്പോട്ട്. ഇതിൻ്റെ മെയിനായിട്ടൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി കാണാം, ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇരുണ്ട് മൂടിയാണ് കിടക്കുന്നത്, അതായത് നല്ല ഡാർക്കായിട്ടാണ് കിടക്കുന്നത്. ഇപ്പം മഴ പെയ്യും, ഇപ്പം മഴ പെയ്യില്ല, ആ ഒരു രീതിയിലാണ് കിടക്കുന്നത്. പക്ഷേ ഈ ഒരു സൈഡിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൈമറ്റൊക്കെ നോർമലാണ്, ഒരു കുഴപ്പമില്ല, നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്ത് പാറയൊക്കെ നൈസായിട്ട് സ്ലിപ്പി ആയിട്ടാണ് കിടക്കുന്നത്. അത് മാത്രമല്ല എൻ്റെ ഫ്രണ്ടിൽ ക്യാമറ വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ മോന്തടിച്ച് വീണ് കഴിഞ്ഞാൽ ആദ്യം പൊട്ടണത് ക്യാമറ ആയിരിക്കും. ഹെൽമെറ്റ് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ കാര്യത്തിൽ സേഫ് ആയിരിക്കും, പക്ഷേ ക്യാമറയുടെ കാര്യം അത്ര സേഫ് ആയിരിക്കില്ല. എൻ്റെ മോനെ നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ മലയൊക്കെ കയറിയിട്ട് കുറേ നാളായി നിന്ന് പിത്തത്തടി വെച്ചേക്കാണ്. ഈ ഒരു മലയുടെ മണ്ടയിലൊക്കെ എത്തുമ്പോഴത്തേക്കും എന്നെ പെട്ടിയിലോട്ട് എടുക്കേണ്ടി വരും, ആ ഒരു രീതിയിലാവാൻ ചാൻസ് ഉണ്ട്. കുറേ നാളായി നമ്മളിങ്ങനെ മലയൊക്കെ നടന്നു കയറിയിട്ട്. നമ്മുടെ വണ്ടി എവിടെയാണ് നിർത്തിയിട്ടേക്കുന്നത്, നമ്മളത് കഴിഞ്ഞ് കുറേ നടന്നു കയറി വന്നു. നമുക്ക് ഇനി ഒരു മലയുടെ മണ്ടയിൽ കയറണം കേട്ടോ. ആളും അനക്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈവസി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പകുതി ആളുകൾക്കും ഈ ഒരു സ്പോട്ട് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ശനിയാഴ്ച ആയിട്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളെ വരേണ്ടതാണ്. പക്ഷേ ഇന്ന് തിരക്കൊന്നും വന്നിട്ടില്ല, നമ്മുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ പോകാനിരിക്കുന്ന ഒരു വാട്ടർഫാൾസിൻ്റെ ഏരിയയിലും ഇതുപോലെ ഒരു ആളും അനക്കം ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ അവിടുത്തെ കാര്യം പറയാൻ പറ്റത്തില്ല, അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളൊക്കെ വരുന്നൊരു സ്പോട്ടാണ്. നമ്മൾ ഒരുപാടൊന്നും കയറിയിട്ടില്ല കേട്ടോ, ഏകദേശം ഒരു 1/4 ഭാഗം മാത്രമാണ് കയറിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഈ ഒരു ഏരിയയിലുള്ള വ്യൂ അതിമാരകമാട്ടോ. എന്തായാലും നമ്മൾ ഈ കയറിയ കയറ്റിനെ തിരിച്ചിറങ്ങി പോകണം എന്ന് ഓർക്കുമ്പോൾ മനസ്സിനൊരു സുഖമില്ലായ്മ. എന്തെങ്കിലും ആട്ടെ, ഇന്നത്തെ ഒരു ഫുൾ ഡേ നമ്മുടെ കയ്യിലുണ്ട്. ഫുൾ ഡേ നമ്മൾ അത്യാവശ്യം ഈ ഒരു ഏരിയയിലൊക്കെ ഒന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പയ്യെ ശാന്തവും സമാധാനമായിട്ടാണ് തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുള്ളൂ. ചെക്കൻ ഹെൽത്തി ആയതുകൊണ്ട് നമ്മൾ പറന്ന് കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാവാൻ ചാൻസ് ഉണ്ട്. ഉള്ള കുഴിമന്തിയൊക്കെ കഴിച്ച് സീനായിട്ടുണ്ട് എൻ്റെ കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള മലയൊക്കെ കയറാനായിട്ട് പോരുവാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഹെൽത്ത് ഓക്കെ ആവും. ഇപ്പോൾ മേളിലേക്ക് കയറുന്നോറും നല്ല രീതിയിൽ തണുത്ത കാറ്റടിച്ച് വീശിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ പുൽമേടുകളൊക്കെ നോക്കിയാൽ തന്നെ കാണാം ആ കാറ്റിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പിൽ നോക്കിയാൽ കാണാം കോട ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറയിൽ അത് എത്രത്തോളം ക്യാപ്ചർ ആണെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോടകളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചൊക്കെ ഞാൻ സാഹിത്യം കൂട്ടി പറയുന്നുണ്ടോ എന്നൊരു ഡൗട്ടല്ലേ, എങ്കിൽ ഇതൊക്കെ ഞാൻ കയ്യിൽ നിന്ന് എടുത്ത് പറഞ്ഞാണ്, അതൊന്നും കാര്യമൊക്കെ എടുക്കണ്ട. നമ്മൾ ഒട്ടും തന്നെ കയറി വന്നിട്ടില്ല കേട്ടോ. അളിയൻ ആ മണ്ടയിലെത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഏരിയ ഒക്കെ കാണിച്ച് ശാന്തസമാനമായിട്ട് നടക്കുന്നതാണ്, അല്ലാണ്ട് മടുപ്പായിട്ടൊന്നുമല്ല. എൻ്റെ ശ്വാസം എടുക്കലിൻ്റെ ശക്തി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം മടുത്തിട്ടുണ്ടെന്ന്. ഈ ഒരു ചെറിയ പാറ പോലെ എനിക്കിപ്പോൾ കയറാൻ പറ്റുന്നില്ല ദൈവമേ. അതെങ്ങനെ വീട്ടിലിരുന്ന് തീറ്റ മാത്രമല്ലേ, പണിയാൻ പോകുമെന്ന് പറഞ്ഞാൽ പണിയാൻ പോകില്ലല്ലോ. മഴയൊക്കെ മാറിയിട്ടുണ്ട്, ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വെയിലാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തണുപ്പിന് ഒരു തുള്ളി കുറവ് പോലും ഇല്ല കേട്ടോ. നന്നായിട്ട് തണുത്ത കാറ്റടിച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അടി മുമ്പോട്ട് വയ്ക്കുമ്പോഴും കാണുന്ന കാഴ്ചകളുടെ ദീർഘ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ്. എൻ്റെ മോനെ അത്യാവശ്യം ഒരു ഏരിയ മൊത്തം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾ ടോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ ഒരു പാറയുടെ മണ്ടയിലോട്ട് കൂടി കയറാനുണ്ട് കേട്ടോ. അതിൻ്റെ മണ്ടയിലെത്തുമ്പോഴത്തേക്കും മിക്കവാറും എനിക്കൊരു പെട്ടിയും കൂടി ഓർഡർ ചെയ്യേണ്ടി വരും. ഞാൻ ചാവാറായി ഗൈസ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ആ ഒരു ഏരിയയിൽ ചെറിയൊരു ഓഫ് റോഡ് റോഡ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടാവും കേട്ടോ, പറയാൻ പറ്റത്തില്ല. എന്തായാലും ഓഫ് റോഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്ന ട്രാക്കൊന്നുമല്ല. അവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് യാത്ര ചെയ്യാനൊക്കെ നല്ല ടാസ്ക് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മണ്ടേന്ന് താഴെ ഇറങ്ങി വന്നാലാണ് ഇവർക്ക് ഇവിടെ ബസ്സിന് തന്നെ പോകാൻ പറ്റത്തുള്ളൂ. അത് തന്നെ അത്യാവശ്യം ദൂരമുണ്ട്. ഞാനിപ്പോൾ കയറി വന്ന് വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിലും കുറച്ച് സീനാണെന്ന് വേണമെങ്കിൽ പറയാം. അവരൊക്കെ സമ്മതിക്കണം, അവരൊക്കെ ഡെയിലി നടന്ന് ഹെൽത്തി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ 24 മണിക്കൂറും ബൈക്കിൽ നടന്ന് അൺഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. ചെക്കൻ പറഞ്ഞ സമയം കൊണ്ട് ആ മണ്ടയിൽ കയറിയിട്ടോ. പക്ഷെ എൻ്റെ മോനെ കാറ്റിൻ്റെ ശക്തി കൂടി വരും കേട്ടോ. ഞാൻ ഈ അവിടെ നിന്ന് പോയി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ഒരു മല തീരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു മലയ്ക്ക് അന്തിയില്ല ഗൈസ്. ഇതിലും മേളിലേക്ക് കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും അടിപൊളി വ്യൂ കാണാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് കയറി പോകണോ? ഇവിടെ വല്ല നിന്നാൽ പോരെ. ഇവിടെ തന്നെ അത്യാവശ്യം വ്യൂ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. പക്ഷെ എൻ്റെ മോനെ കോടയുടെ ശക്തി കൂടി വന്നിട്ടുണ്ട്. കോട കയറി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അയ്യോ, ഒടുക്കത്തെ തണുപ്പും ഒടുക്കത്തെ തണുത്ത കാറ്റും. അമ്മേ, മാരക വിഷ്വൽ ബ്യൂട്ടിയും ഒരു രക്ഷയില്ല കേട്ടോ. കാറ്റടിച്ചിട്ട് ഞാനിവിടുന്ന് പറന്നു പോകട്ടോ. ഞാൻ എൻ്റെ ഫോണിൽ കണ്ടുവന്ന് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിങ്ങനെ പിടിച്ചതാണ്. കാറ്റടിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നൊരു രീതിയിലുള്ള കാറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴൊന്നുമില്ല, എന്നാലും പെട്ടെന്ന് ഇവിടുന്ന് ഒരു കാറ്റടിച്ച് വീശുന്നുണ്ട്. അയ്യോ, തെണ്ടി കയറി പോകണു. ഞാനിന്ന് നടന്ന് എൻ്റെ ഊപ്പാട് ഇളകുമെന്ന് തോന്നുന്നു. വേറെ വഴിയില്ല.
കയറി പോവാം. എന്തായാലും എൻ്റെ മേളിൽ ഇനി ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി വന്നോളൂ. അല്ലെങ്കിൽ എൻ്റെ പടം എടുക്കേണ്ടി വരും. ഒരു രക്ഷയില്ലാത്ത കാറ്റും ഒരു രക്ഷയില്ലാത്ത കോടയും മാരക വ്യൂ. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു സ്പോട്ട് തൊട്ടടുത്തുണ്ടായിട്ട്. അല്ലെങ്കിലും ചിലവർ വരണമല്ലോ ചില കിടില സ്ഥലങ്ങൾ കാണാനായിട്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്തൊക്കെ ഉണ്ട് കേട്ടോ. കയറിപ്പോയി ലാസ്റ്റ് വഴി തെറ്റി പോകണം അതിൻ്റെ മേളിൽ വെച്ച്. മീനുള്ളി ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് വഴി തെറ്റിയിട്ടുള്ള കോടയും കയറി ഫുള്ള് കിടന്ന് വട്ടം കറങ്ങി 1 മണിക്കൂർ. ഇവിടെ അങ്ങ് ആരും ഒരുപാടൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. അത്യാവശ്യം നടന്നു കയറി വന്നോട്ടോ. ഒരു ഏകദേശം 1/4 കിലോമീറ്റർ അടുത്ത് നടന്നിട്ടുണ്ട് ഞങ്ങൾ. പുൽമേടുകൾക്കിടയിലൂടെ കോടമഞ്ഞിനിടയിലൂടെ ഈ കൊടും കാറ്റത്ത് ഈ കൊടും തണുപ്പത്ത് ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി എല്ലാം കണ്ട് നടന്ന് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ വ്യൂ. എൻ്റെടാ അവിടെ ഒരു പാറ കൂടെ ഉണ്ട്. അതിൻ്റെ മണ്ടയിലൂടെ കയറി നോക്കാം. അതാണ് ടോപ്പ്. ആ കാണുന്ന റോഡ് കണ്ടോ, ഇതേ കാണുന്ന റോഡ് കണ്ടോ, അവിടെയാണ് ഞങ്ങൾ ബൈക്കിരിക്കുന്നത്. അതും കടന്ന് ഞങ്ങൾ നടന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം കോട കയറി മൂടി കിടക്കട്ടോ. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ വെള്ള കളറിൽ കാണാൻ പറ്റുന്നത്. ഇടുക്കിയിലെ ക്ലൈമറ്റ് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. സെക്കൻഡ് ബൈ സെക്കൻഡിൽ അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ കുറേ നേരം നിന്നു കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മഴയൊന്നും പെയ്യൊന്നുമില്ല, എന്നാലും മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇരുണ്ട് മൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ പെയ്ത് പെട്ട് കഴിഞ്ഞാൽ പെട്ടുപോകും. നല്ല രീതിയിൽ കാറ്റും വീശുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റിലുമാണ്. ഇനിയിപ്പോൾ എങ്ങാനും വലിയ ഇടിയൊക്കെ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്ര സേഫ് എന്നൊന്നും പറയാനില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ താഴോട്ട് നടന്നിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം നിന്നു കേട്ടോ. കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറച്ചധികം നേരം നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തോ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പോലും തോന്നുന്നില്ലായിരുന്നു. ആ ഒരു വൈബിലുള്ള ആ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന സമയത്ത്. എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് ഓവറായിട്ട് ലെങ്തായി പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അത്രയ്ക്കും ഞാൻ വലിച്ചു വാരി വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അതിനുള്ള സ്ഥലമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇനി നിങ്ങൾ ഈ ഒരു റൂട്ടിൽ വന്നിട്ട് ഇവിടെ പോയിട്ടില്ല എന്നാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളിവിടെ കയറാണ്ട് പോകരുത്. കാരണം ഞങ്ങളിവിടെ നിന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളിതിന് മേളിലുണ്ടായിരുന്ന സമയത്ത് ഇഷ്ടം പോലെ പിള്ളേർ സെറ്റൊക്കെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും തന്നെ അങ്ങനെ ഒരുപാട് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയ ഞങ്ങൾ കയറി ആധിപത്യം സ്ഥാപിച്ചേക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോലുമില്ല. ആ ഒരു ഏരിയയിൽ 2 പാറക്കല്ലുകളുണ്ട്, അവിടെ കയറി ഇരിക്കാം. അപ്പോൾ ആദ്യം വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ നേരം ഇരുന്നിട്ട് പോകാം കേട്ടോ. ഞങ്ങളവിടെ നിന്ന സമയത്ത് കുറച്ചധികം പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വന്ന് ജസ്റ്റ് അവിടെ നിന്ന് 2-3 ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തിരിച്ചിറങ്ങി പോവുകയാണ് ചെയ്ത്. ക്ലൈമറ്റ് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ കയറി വന്ന സമയത്ത് അത്യാവശ്യം വെയിലും കാര്യങ്ങളായിരുന്നു, നല്ല കാറ്റുണ്ടെങ്കിൽ പോലും. പക്ഷേ കുറച്ചൊക്കെ നിന്ന സമയത്ത് നന്നായിട്ട് കോടയൊക്കെ കയറി ഫുള്ള് കവറായിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് പൊടിച്ചിൽ മഴയൊക്കെ പെയ്യുണ്ടായിരുന്നു. ഇപ്പോഴും ചെറുതായിട്ട് മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിലുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഞാൻ വീണ്ടും എടുത്തു പറയാം, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. മൊത്തം പച്ചപ്പും ഹരിതാപമൊക്കെയാണ് കേട്ടോ. നിങ്ങളൊരു മഴക്കാലത്ത് അല്ലെങ്കിൽ മൺസൂൺ ടൈമിലൊക്കെ വന്നിട്ടാണ് കാര്യമുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ചിലപ്പോൾ ഇവിടെ കരിഞ്ഞുണങ്ങി കിടക്കുമായിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആരിലൊക്കെ വരുന്ന സമയത്ത് അവിടെ പുല്ലൊന്നും ഇല്ലെങ്കിൽ എൻ്റെ തെറ്റല്ല. ഇനിയിപ്പോൾ ഈ ഒരു മണ്ടേന്ന് താഴേട്ട് ഇറങ്ങി പോകണം. അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വാട്ടർഫാൾസിനെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഈ ഒരു ഏരിയ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് കയറി പോയതാണ്. സോ വീഡിയോ ഒരുപാട് ലെങ്തായി പോവുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു 2 പാർട്ടായിട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. ഇന്നത്തെ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കിടിലൻ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വരിക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.